ഹായ് ഡിയേഴ്സ്, ഞാൻ ആദ്യമായിട്ടായിരിക്കും എൻ്റെ മക്കളെ മുന്നിൽ ഒരു ബാച്ചിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ വന്നത്. പക്ഷേ ഞാൻ ബാച്ചിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒരു കഥ എൻ്റെ മക്കളോട് പറയാൻ വേണ്ടി പോവാണ്. ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എൻ്റെ മക്കളോട്. നിങ്ങളെല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ഇടണേ, നിങ്ങൾക്കൊക്കെ എന്താവാൻ ആഗ്രഹം ഒന്ന് കമൻറ്റ് ചെയ്യുമോ? ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ചിലർക്ക് ഡോക്ടർ ആവാനുണ്ടാവും, എഞ്ചിനീയർ ആവാൻ താല്പര്യം ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടാവും. ഞാനൊരു സമയത്ത് ഒരു കുട്ടിയോട് ചോദിച്ചു കേട്ടോ, ഞാൻ ഈ അടുത്തൊരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ നിനക്ക് എന്താവാനാണ് ആഗ്രഹം ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞതിനോട് എയറോസിസ്റ്റ് ആവാൻ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൾ എന്തുകൊണ്ട് എയറോസിസ്റ്റ് ആവാൻ താല്പര്യം ചോദിച്ചു. അപ്പോൾ മോള് പറഞ്ഞെന്താ അറിയോ, ഒന്നുമില്ല സാറേ, ആ പേര് കേൾക്കാൻ ഭയങ്കര രസമുണ്ട്, അതുകൊണ്ട് ഞാൻ എയറോസിസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. നിങ്ങൾക്കൊക്കെ പറഞ്ഞ ആഗ്രഹം കൃത്യമായിട്ട് ഇപ്പോൾ ഡോക്ടർ എഞ്ചിനീയറൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഈ ഡോക്ടർ എഞ്ചിനീയർ നിങ്ങൾ എവിടെയാണ് പഠിക്കാൻ വിചാരിച്ചത്? അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് ഏത് കോളേജിൽ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണ് ജോലി ചെയ്യാൻ താല്പര്യം? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെയൊക്കെ ഒരു പക്ഷേ നിങ്ങളൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കുക. ഞാനിത് ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ, ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന മക്കൾ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലൊക്കെ എത്തിയ മക്കളായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം USS ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു മോളോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, മോളെ നിനക്ക് എന്താവാനാണ് ആഗ്രഹം ചോദിച്ചു. അപ്പോൾ മോള് സാധാരണ നമ്മളൊക്കെ പറഞ്ഞ പോലെ ആ മോൾ എന്നോട് പറഞ്ഞു എനിക്ക് എന്താവാൻ ആഗ്രഹം ചോദിച്ചപ്പോൾ എഞ്ചിനീയർ ആവാൻ താല്പര്യം. അപ്പോൾ ഞാൻ മോള് തമാശ ചോദിച്ചു, എഞ്ചിനീയർ ആണോ, എഞ്ചിനീയർ ആവണം എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് കോളേജിലാണ് പഠിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ കുട്ടി എന്നോട് കറക്റ്റ് പറയുകയാണേ, സാറേ ഞാൻ എന്ത് ചെയ്യും, +1 +2 സയൻസ് എടുക്കും, അതിന് +2 എക്സാം കഴിഞ്ഞിട്ട് ജനുവരിയിൽ, അവിടുത്തെ പോയിന്റ് കേട്ടോ, ജനുവരിയിൽ ഒരു JEE എക്സാം ഉണ്ട്, ആ എക്സാം ഞാൻ എഴുതും സാറേ. ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഞാൻ JEE അഡ്വാൻസ് എന്ന എക്സാം ഉണ്ട്, അത് പാസ്സായിട്ട് IIT ഗോരഖ്പൂരിൽ ഞാൻ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറും. എന്നിട്ട് അവിടെ 3ാമത്തെ വർഷം ഒരു കമ്പനി, ആ കമ്പനിയിൽ എനിക്ക് ജോലി വാങ്ങണം സാറേ, അതാണ് എൻ്റെ ഡ്രീം. നിങ്ങൾ ആലോചിച്ച് വെക്കുക, നിങ്ങളെക്കാൾ ഒരു 3, 4, 5 വയസ്സ് താഴെയുള്ള ഒരു മോള് പറഞ്ഞതാണ് കൃത്യമായിട്ട് എനിക്ക് ആവേണ്ട ആഗ്രഹം. 10ാം ക്ലാസ്സിലെത്തി അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലെത്തി, ഒരു പക്ഷേ NMMSഉം അതേപോലെ ഒരുപാട് എക്സാമുകളൊക്കെ പാസ്സായ മക്കളായിരിക്കും നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ അംബിഷൻ ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല. ചിലപ്പോൾ എന്നെ പോലെ ഇപ്പോൾ ഒന്നെങ്കിൽ ഞാൻ അതാവും അല്ലെങ്കിൽ ഞാൻ ഇതാവും, അങ്ങനെ 2 അംബിഷൻസ് ഉള്ള മക്കളുണ്ടാവും. അങ്ങനത്തെ മക്കളോട് മനസ്സിലാക്കി വെക്കുക, നമുക്കൊന്നും വലിയ അംബിഷൻസ് ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ, ഒരു പക്ഷേ 10ാം ക്ലാസ് നിങ്ങളൊക്കെ ഫുൾ A+ നേടും. അത് കഴിഞ്ഞ് +1 +2 എത്തുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കുറയാറുണ്ട്, അത് നല്ല മാർക്ക് കിട്ടാതെ ഇരിക്കാറുണ്ട്. നിങ്ങളെന്നെ ആലോചിച്ചാൽ മതി, നിങ്ങളെ നാട്ടിലോ നിങ്ങളെ വീട്ടിലോ ഒക്കെ ഉണ്ടാവും 10ൽ ഫുൾ A+ ആയിരിക്കും, പക്ഷേ +1 +2 എത്തുമ്പോൾ നല്ല മാർക്കൊന്നും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. മക്കളെ, ഞാൻ ഇങ്ങനെയല്ല പറയാനുള്ള കാരണം, ഈ വർഷത്തെ നീറ്റിൻ്റെ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി, ആദ്യത്തെ 100 റാങ്കിൽ നമ്മളെ കേരളക്കാർ ഒരാൾ പോലുമില്ല. നിങ്ങൾ ആലോചിച്ച് വെക്കുക, 100% ലിറ്ററസി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മൾ അടിപൊളിയാണെന്ന് പറയുന്ന നാട്ടിൽ ആർക്കും എന്തില്ല, ആദ്യത്തെ 100 പോലും ഇല്ല. മക്കളെ, ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇനിയുള്ള അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കട്ടെ, എങ്ങോട്ട് പോവുകയാണെങ്കിലും നിങ്ങൾ കോമ്പറ്റീവ് എക്സാമിനേഷന് മുന്നിലേക്ക് പോവാണ്. ആ കോമ്പറ്റീവ് എക്സാമിനേഷൻ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ സാധാരണ സിലബസ് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റില്ല. അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട ആദ്യം മുതൽ അല്ലെങ്കിൽ ഇപ്പം തന്നെ കൃത്യമായിട്ട് കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ സാറേ, ഞങ്ങൾക്ക് താല്പര്യമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇതേപോലെ എക്സാമിനൊക്കെ വരണം, അല്ലെങ്കിൽ ഞങ്ങൾ എക്സാമിനൊക്കെ കോമ്പറ്റീവ് എക്സാമിന് പാസ്സാവണം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ, അതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഈ വർഷം സായിലം അവതരിപ്പിക്കുന്ന ഫാൽക്കൺ ബാച്ച്. കഴിഞ്ഞ വർഷം മുതലേ ഉണ്ട്, ഈ വർഷം ഞങ്ങൾ കിടിലമായിട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്ന പുതിയ ഫീച്ചേഴ്സുമായിട്ട് ഞങ്ങൾ വന്നതാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞെങ്കിൽ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹത്തിലേക്ക് കൃത്യമായിട്ട് എത്തിച്ച് അവിടെ അടിപൊളിയായി എൻ്റെ മക്കളെ പഠിപ്പിച്ച് സെറ്റാക്കി മാറ്റി തരുന്നതാണ്. മക്കളെ, ഫാൽക്കൺ ബാച്ച് തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളുടെയും ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പടി മുകളിൽ നിങ്ങളെ പഠിപ്പിച്ച് അടിപൊളിയാക്കി മാറ്റുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പറയും, ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റിയ ക്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെ മക്കളോടാണ്. നിങ്ങൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താനുള്ള ദൂരം അധികമില്ല, എത്താൻ പറ്റും, നിങ്ങൾ പിടിക്കാൻ പറ്റും, സെറ്റപ്പ് ആക്കാൻ പറ്റും. അതിന് താങ്ങാൻ തന്നെയാണ് ഞങ്ങൾ ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞത്. മക്കൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴത്ത് കൊടുത്തിട്ടുണ്ട്, മക്കൾ വിളിച്ച് ജോയിൻ ചെയ്യുക. നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആവണം, നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയ മക്കളേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ബാച്ച് തന്നെയാണ്. മക്കളെ ഉടനെ തന്നെ ജോയിൻ ചെയ്തോ, നമ്മൾ തുടങ്ങുകയാണ്, അടിപൊളിയാക്കാൻ വേണ്ടി പോവാണ്. വെൽക്കം ടു ഫാൽക്കൺ ബാച്ച്.